ആശാ വർക്കേഴ്സുമായുള്ള ആരോഗ്യമന്ത്രിയുടെ ചർച്ച അവസാനിച്ചു. ചർച്ച പരാജയം എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. യാഥാർത്ഥ്യബോധത്തോടെ ആശമാർ പെരുമാറണമെന്ന ചർച്ചയിൽ ആരോഗ്യമന്ത്രി സമരം തുടരുമെന്നാണ് ഇപ്പോൾ ആശാ വർക്കേഴ്സ് അറിയിക്കുന്നത്. ഓണറേറിയം ₹1 പോലും വർദ്ധിപ്പിക്കാൻ കഴിയില്ല എന്ന് മന്ത്രി പറഞ്ഞു എന്നാണ് ആശാ വർക്കേഴ്സ് ഈ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഈ ചർച്ച ഇപ്പോൾ 38ാം ദിവസത്തിൽ എത്തി നിൽക്കുമ്പോൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവർ നടത്തിയ സമരം അതിൽ സർക്കാരിന് ഒരു ഘട്ടത്തിലെങ്കിലും മുട്ടുമടക്കേണ്ടി വന്നു. എന്നാൽ തന്നെയും മുഴുവനായിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല. തുടർന്നാണ് ശക്തമായ സമരത്തിലേക്ക് കടക്കാൻ ആശമാർ തീരുമാനിച്ചത്. നാളെ മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം എന്നുള്ള മാർഗമാണ് അവർ മുന്നോട്ട് വെച്ചത്. അതേസമയം തന്നെ ഈ ഒരു സാഹചര്യത്തിൽ സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കുകയായിരുന്നു. പക്ഷേ ഈ ആവശ്യങ്ങളൊന്നും അംഗീകരിക്കപ്പെട്ടില്ല എന്നാണ് ആശമാർ പറയുന്നത്. ഇപ്പോൾ ആശാ വർക്കേഴ്സ് ഈ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. തത്സമയം രാവിലെ NHM ഡയറക്ടർ നടത്തിയ ചർച്ചയിൽ നിന്നും ഒരു ശതമാനം പോലും മുന്നിലേക്ക് പോകാനുള്ള യാതൊന്നും തന്നെ ചർച്ചയിലില്ലായിരുന്നു. നമ്മൾ ആവശ്യപ്പെട്ട ഓണറേറിയത്തിന്റെ വർധനവ്, റിട്ടയർമെന്റ് ബെനിഫിറ്റ്, അത്തരം കാര്യങ്ങളൊന്നും തന്നെ അത് ചർച്ചയ്ക്ക് എടുക്കുവാൻ പോലും എടുക്കാതെ മറ്റു കാര്യങ്ങളായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യതയും മറ്റും. ഒടുവിൽ സർക്കാരിനെ ഇങ്ങനെ ഗൺ പോയിന്റിൽ നിർത്തി നമ്മൾ പൊടുന്നനെ വന്ന് ആവശ്യപ്പെട്ട് 300% വർധനവൊക്കെ ആവശ്യപ്പെട്ടാൽ എങ്ങനെ തരും? സർക്കാർ ഒപ്പമുണ്ട്, സർക്കാർ കൂടെയുണ്ട്. അടുത്ത ആഴ്ച ആരോഗ്യമന്ത്രി കേന്ദ്രത്തിൽ പോകുന്നുണ്ട്. ചർച്ച ചെയ്യാം. നിങ്ങൾ തിരിച്ചു പോകണം. മന്ത്രി പറയുന്നത് എൻ്റെ ആശമാരെ ഇങ്ങനെ വെയിലത്തും മഴയത്തും ഇരുത്തുന്നതിൽ വിഷമമുണ്ട്. ആശമാർ തിരിഞ്ഞു പോകണം. ഇതാണ് ആവശ്യം. വിഷമം മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞു ആവശ്യങ്ങളെ കുറിച്ച് എന്താണ് വ്യക്തമായി പറഞ്ഞത്? എന്താണ് സമരം നിർത്തി പോകുക എന്നത് പറയാനാണ് വിളിച്ചത്. ചുറ്റി പറഞ്ഞു ഞങ്ങൾ ചോദിച്ചു, ₹1 പോലും വർധനവില്ലാതെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതെ എങ്ങനെയാണ്? അത് സർക്കാരിന്റെ പ്രാരാബ്ധത്തെക്കുറിച്ച്, സാമ്പത്തിക പരാധീനതയെക്കുറിച്ച് മന്ത്രി എപ്പോഴും പറയുന്ന കാര്യങ്ങൾ, നമ്മളെപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു ചർച്ചയെ നടക്കുന്നില്ല. മറിച്ച് ജോലിഭാരത്തെക്കുറിച്ച്, നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചും ഒക്കെ അങ്ങനെ വാദോരാതെ സംസാരിച്ചു മന്ത്രി. ഉദ്യോഗസ്ഥർ രാവിലെ ചർച്ച ചെയ്ത NHMന്റെ ഡയറക്ടർ അടക്കം ആ ചർച്ചയിലുണ്ടായിരുന്നു. NHM ഉദ്യോഗസ്ഥരെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പൊ രാവിലെ ചെയ്ത ചർച്ചയിൽ നിന്നും എന്ത് വ്യത്യാസമാണ് ഇപ്പോഴുള്ളതിന് മറുപടി പറയാനില്ല. ഒരാവശ്യം പോലും പരിഗണിച്ചിട്ടില്ല. നമ്മൾ പറഞ്ഞ മറ്റു ചില ഇഷ്യൂസിനകത്ത് ഓർഡർ എടുക്കാം, പരിഹരിക്കാം എന്നൊക്കെ പറഞ്ഞ സൈഡ് ഇഷ്യൂസ്. സമയത്ത് എന്താണ് സർക്കാർ ഉദ്ദേശിച്ചത് നമുക്ക് മനസ്സിലായത്? എന്തായിരുന്നു സർക്കാർ ഒരു ചർച്ച നടത്തി എന്ന് വരുത്തണം. അതിനപ്പുറത്തേക്ക് അതിനകത്തൊന്നുമില്ല. പേരിനൊരു ചർച്ച, അതായത് ഫെബ്രുവരി 15-ാം തീയതി മന്ത്രി വിളിച്ചു ചേർത്ത ചർച്ചയിൽ നിന്നും ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോയിട്ടില്ലെന്ന് നമ്മുടെ പ്രസിഡന്റ് അവിടെ സൂചിപ്പിച്ചു. അതിനെ അവർ വളരെ ഇതെന്താണ് ഇങ്ങനെ എന്നുള്ളൊരു മട്ടിലാണ് ചോദിച്ചത്. ഞങ്ങൾ വളരെ മുന്നോട്ട് പോയിരിക്കുന്ന മട്ടിൽ നമ്മൾ സമരവുമായി മുന്നോട്ട് പോകുന്നു. തീർച്ചയായിട്ടും ഇല്ല, ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോയിട്ടില്ല. നാളത്തെ നിരാഹാര സമരത്തെ സർക്കാർ ഭയപ്പെടുന്നതുകൊണ്ടാണോ അത് അറിയില്ല, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. എന്താണെങ്കിലും ഒരു ചർച്ച വിളിച്ചു, നമ്മൾ ചർച്ച വിളിക്കണം ആവശ്യപ്പെട്ടിരുന്നു, അത് വിളിച്ചു എന്നതിനപ്പുറത്തേക്ക് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വീണ്ടും മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ച് ഇതിനൊരു പരിഹാരം കാണുമെന്ന പ്രതീക്ഷയിലാണ്. നാളെ രാവിലെ 11 മണിക്ക് നമ്മുടെ നിരാഹാര സമരം ആരംഭിക്കും. എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കഴിഞ്ഞു. നിരാഹാരത്തിന് തയ്യാറായി ധാരാളം ആശമാർ സംസ്ഥാനത്തിനെമ്പാടും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും രാവിലെ നടന്ന ചർച്ചയ്ക്ക് ശേഷം വളരെ വീറോടുകൂടി ആശമാർ മുന്നോട്ട് വരികയാണ്. ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പിന്നോട്ടില്ല അല്ലെ? ഒരിക്കലും പിന്നോട്ടില്ല. അതെ, സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യതയെക്കുറിച്ച് മറ്റുള്ളവർക്ക് കൊടുത്ത കാര്യമൊന്നും നമ്മൾ ചോദിച്ചിട്ടൊന്നും അതിനകത്തൊരു മറുപടിയില്ല. മറിച്ച് സാമ്പത്തിക പ്രതിസന്ധി അത് ആശമാർ മനസ്സിലാക്കണം എന്ന കാര്യം മാത്രമേ ഉള്ളൂ. മന്ത്രി വളരെ പ്ലീസിംഗ് ആയിരുന്നു. നിങ്ങളത് ഉൾക്കൊണ്ട് പിരിഞ്ഞു പോകണം എന്നുള്ളതാണ്. ഇല്ല, ഞങ്ങൾ പറഞ്ഞതൊക്കെ കേട്ടു. അതെല്ലാം കേട്ടതിന് ശേഷം മന്ത്രിക്ക് താല്പര്യമുള്ള കാര്യങ്ങളിൽ മാത്രമാണ് ചർച്ച എന്ന പേരിൽ സംസാരിച്ചത്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചു ഞങ്ങളുടെ ഡിമാൻഡുകൾ ഇതാണെന്ന്. പക്ഷെ അതിനകത്തൊന്നും തരാൻ നിസ്സഹായരാണ്. ഒന്നുപോലും. മന്ത്രിയുടെ താല്പര്യം ഒരു ചർച്ച വിളിച്ചു, അത്രയും.
ബോധ്യപ്പെടുത്തൽ മാത്രമേ. നിരാഹാരത്തിന് മുൻപ് ഒരു ചർച്ച വേണമായിരുന്നു. അല്ലെങ്കിൽ ആളുകൾ വിചാരിക്കൂലേ ആരോഗ്യമന്ത്രി പെണ്ണായിട്ട് ഇതുവരെയും ഒരു ചർച്ചയ്ക്ക് ഇല്ലാത്തില്ലല്ലോ എന്ന് വിചാരിക്കത്തില്ലേ? അതിന്റെ പേരിന് വേണ്ടി ഇതിലിപ്പോൾ ഒരു പ്രശ്നം ഇവിടെ സമരിയിരിക്കുന്ന മാത്രമല്ലല്ലോ, ഞങ്ങളുടെ ആരോഗ്യ സംവിധാനം താളം തെറ്റിയല്ലേ നമ്മുടെ പ്രാദേശികമായിട്ട് ഉൾപ്പെടെ, അതൊക്കെ ചർച്ച ചെയ്തു. അത് അവർക്കറിയാവല്ലോ. ആശാവഹമായ ഒന്നും ഈ ചർച്ചയിൽ ഉണ്ടായില്ല എന്നാണ് ഇപ്പോൾ ചർച്ച കഴിഞ്ഞ് പുറത്തിറങ്ങിയ ആശാ വർക്കേഴ്സ് പ്രതിനിധികൾ പറയുന്നത്. നാഷണൽ ഹെൽത്ത് മിഷൻ സംസ്ഥാന ഘടകവുമായി ഇന്ന് ഉച്ചയ്ക്ക് അവർ ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു, സമാനമായ രീതിയിൽ തന്നെയാണ് ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ചയിലും സംസാരിച്ചത് എന്നാണ് ആശമാർ പറയുന്നത്.